ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഒരാളത് അങ്ങനെ എന്താക്കുന്നേ യാശനുള്ള ഫുഡും കൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. ചിന്നു എണീക്കട്ടെ. ഇന്നലെ തെയ്യത്തിന് വരുന്നുണ്ടായി ഞാനും യാഷും കൂടെ. അപ്പോൾ അങ്ങനെ വന്നിട്ട് കിടന്നു. അമ്മേ നല്ല ലേറ്റായി. 2 മണി അല്ല, 2 മണിയല്ല, നമ്മളൊരു 1 മണിയാകുമ്പോഴത്തേനും വന്നു. തീരാതെ വന്നിട്ടില്ല, പക്ഷെ നേരത്തെ വന്നു. യാഷ്മോനോട് TV കാണുന്നുണ്ട് ഗൈസ്. രാവിലെ തന്നെ അപ്പം തിന്നുന്നുണ്ട്, TV കാണുന്നുണ്ട്. ഇവിടെ നോക്കടാ, എന്തേ വെടിവെക്കുന്നുണ്ടേ കുഞ്ഞി? എങ്ങനെ ടിഷു ടിഷു ഓക്കെ ഓക്കെ അങ്ങനെ വെക്കുന്ന ടിഷും. മാമൻ തിന്ന് കുഞ്ഞി, മാമൻ തിന്ന്. അതാ, അതിനാണ് ഇവന്റെ ടിഷു ടിഷു ടിഷു. ഒരുത്തനോട് എൻ്റെ വേറൊരു ഫോണുണ്ട്, അവരത് എടുത്തോണ്ട് പോയി. ഞാൻ അവരോട് കൊണ്ടുവരാൻ കുറച്ച് സമയമായി, കാണുന്നേ ഇല്ല. യേശോ, ഫോൺ എവിടെ അപ്പൻ്റെ? ഏടാ, നീ എവിടെ കൊണ്ടുവച്ചേ? നീ എവിടെ കൊണ്ട് ചോപ്പൻ്റെ ഫോണ്? ഏതാന്നോ അപ്പൻ്റെ ഫോണ്? അതാ കറക്റ്റ് പാട്ട്. പോയി, ഫോണ് പോയി അപ്പൻ്റെ. അങ്ങനെ ഇതാ എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ ചൂടോട് ദോശ ചുട്ട് തരുന്നു. അപൂർവ നിമിഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ഇതുപോലെ നാഗവല്ലിയായിട്ടെല്ലാം മാറും. അത് കയ്യിൽ കണ്ട കത്തിയെല്ലാം കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട. ഇവളെങ്ങനെ തന്നെയാണ് ഗായ്സ്. ഇവളെ കാണുന്ന പോലെ അല്ല, ഇവള് ഷൂർപ്പടയാണ്. നീ അമ്മന്റെ അതേ കൂട്ടല്ലടാ, അപ്പൊ പാവല്ലേ? ബാക്ക് തപ്പിൽ വന്നതല്ല വേണ്ടി പാവല്ലേ? പാവം. എന്തിനാ കൊറേ ഒട്ടകൾ ദോശയിൽ? അതെയാ, എന്തു വേണ്ട കുഞ്ഞിക്ക്? മുഞ്ചിരിയാ. അതാ പപ്പനെ തല്ലി വരുന്നുണ്ട്. പപ്പനെ തല്ലി ഇതാ കാട്ടമ്പൊരി എടുത്തിട്ട് എന്നിട്ട് പോന്ന്. എവിടെ പോണ്ടേ പപ്പ? എടാ പോണ്ടേ പപ്പ? അമ്മുക്കമ്മയാ അടിക്കിടിച്ചില്ല എനിക്ക്. ഹലോ ഗൈസ്, അപ്പം നമ്മളിത് പുറത്തു പോകാൻ വേണ്ടി റെഡി ആവാണ് ഗൈസ്. അപ്പം അടുത്തതായിട്ട് ചിന്നുവിൻ്റെ മേക്കപ്പ് വിശേഷങ്ങളാണ്. മേക്കപ്പ് എന്ന് പറയാൻ ആള് ജന്മനെ കുറച്ച് ഫെയർ ആയത് കൊണ്ട് ദൈവം സഹായിച്ചിട്ട് അല്ലേ. അപ്പൊ അങ്ങനെ കുറെ സാമഗ്രികളൊന്നും വേണ്ടി വരില്ല. എന്നാലും പിന്നെ കുറച്ച് സൺസ്ക്രീൻ. അതെ, അപ്പൊ മനസ്സിലായി കാണല്ലോ അല്ലേ. അപ്പൊ നമ്മളിനി ജസ്റ്റ് ഒന്ന് പുറത്തു പോകാൻ വേണ്ടി വിചാരിക്കുന്നു. കൊറേ ദിവസമായി രാജേട്ടൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടിട്ട് എന്തെല്ലോ പർച്ചേസ് ചെയ്യാൻ. കൊറേ നാളായി ഞാൻ നിനക്കൊന്ന് കൊടുക്കണമെന്ന്. അപ്പം നിനക്കൊന്ന് നമ്മള് സാധാരണ ഇങ്ങനെയുള്ള വഴി ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ. സത്യം. ഇന്നിപ്പോ നമ്മള് പുറത്ത് വന്ന് റെഡി ആവുന്ന കാണിക്കാം. ചില മേക്കപ്പ് വിശേഷങ്ങൾ ഒന്ന് കാണിച്ചുതരാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന. അപ്പൊ ആദ്യം മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? നമുക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് സൺസ്ക്രീൻ. അപ്പൊ ഞാൻ റീസെന്റ് യൂസ് ചെയ്യുന്നത് മമ്മാരത്തിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടാ. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ തൊണ്ടയിൽ കിച്ച് ഉണ്ട് ഗൈസ്, അപ്പൊ അത് കാരണം സൗണ്ട് കുറച്ച് കേൾക്കും. അതെ, ഒരു സൺസ്ക്രീൻ ആണ് മമ്മാർത്തിന്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ. SPF 50 PA+++++. 4+ ഉണ്ട്. അപ്പൊ ഞാനിത് പുറത്തുമ്പോ മാത്രല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം മുമ്പൊന്നും വലിയ കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം ജസ്റ്റ് പുറത്തോട്ട് പോകുമ്പോഴേക്ക് തന്നെ ഭയങ്കരമായിട്ട് കരുവാളിക്കുന്നുണ്ട് സ്കിന്നല്ലേ. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് എന്തോ റൂളൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. ഞാൻ എവിടെയോ കണ്ടതാണ് ഇങ്ങനെ 2 വിരലോട്ട് ഇടാം. അതിൽ ഇങ്ങനെ ഇവിടെ ആക്ച്വലി ഇങ്ങനെയൊന്നല്ല കേസ് തേക്കുന്നത്. എടുത്ത് എല്ലായിടത്തും ഇത് പുള്ളിക്കുത്ത് ഇങ്ങനെ ഇടും. കൊറേ പുള്ളിക്കുത്ത് ഇട്ടിട്ട് അങ്ങനെയാണ് ഇവിടെ നോർമലി ഇടുന്നത്.
ഇപ്പൊ വീഡിയോ ഒക്കെ ആകുമ്പോൾ ആരെല്ലോ തേക്കുന്ന കണ്ടിട്ട് ആ സ്റ്റൈലിൽ എടുക്കുന്നതാണ്. നിങ്ങളത് കാര്യമാക്കി എടുക്കണ്ട ഗൈസ്. പിന്നെ ഇല്ലേ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പലർക്കും മടിയുണ്ട്. കാരണം അത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് വൈറ്റ് കാസ്റ്റ് ഇല്ലേ ആ സംഭവം ഇങ്ങനെ കാണുന്നോണ്ട്. പക്ഷെ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇതില്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൺസ്ക്രീൻ. മാത്രല്ല ഇതില് വിറ്റാമിൻ സിയും ടർമറിക്കും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോ വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് അറിയില്ല. ഇത് ഇട്ടപ്പോ തന്നെ സ്കിൻ നല്ലൊരു ഷൈനിങ് ഉണ്ട്. അതെ, ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാല് സ്കിൻ ബ്രൈറ്റ് ആവാനും. ഇത് കണ്ടതാ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നിട്ടാ. ഫേസിൽ ഇപ്പൊ എടുത്തറിയുന്നുണ്ടായില്ലല്ലോ. ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിളി തുടങ്ങി റെഡിയായി അങ്ങോട്ട് വിട്ടതാണ്. വരുന്നേ. അപ്പോ ഞാനും എന്റെ സ്കിന്നൊക്കെ വേണമെങ്കിൽ സംരക്ഷിക്കാം അല്ലേ? കുറച്ചെടുത്താ മതിട്ടാ. എന്ത് കുറച്ച് വാരി തേക്കണ്ടേ? എനിക്ക് മാത്രമാകുമ്പോ കുറച്ച് കഴിച്ച് ഇവക്കാകുമ്പോ എത്ര വേണമെങ്കിൽ തേക്കാം. എന്റെ സ്കിന്നും സെറ്റ് ആക്കട്ടെ ഞാൻ. അപ്പോൾ ഇത് നമ്മുടെ സൺ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. നമ്മുടെ UV റേസിൽ നിന്നൊക്കെ നമ്മൾ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും പെട്ടെന്ന് ഇതാ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നുണ്ട്, നല്ല ഷൈനിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ടോക്സിൻ ഫ്രീ ആൻഡ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ സൺസ്ക്രീന് വേണമെന്നില്ലവർക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. മാത്രമല്ല നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ മമേർത്തിൻ്റെ പ്രൊഡക്റ്റൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. രാജേഷ് 2025 എന്നുള്ള കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. ഈ ക്രീംസൊക്കെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ ആൻഡ് ഹെൽത്തി ഗ്ലോ ആണ് തരുന്നത്. അപ്പോൾ മമാർത്തിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ഭയങ്കര ട്രസ്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. കാരണം അവർ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് പ്രോഡക്റ്റിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ട്രസ്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റിയ പ്രോഡക്റ്റ്സാണ് മമാർത്തിൻ്റെ. ഗൈസ് അപ്പോൾ നമ്മൾ രണ്ടുപേരും സെറ്റായി. അപ്പോൾ നമ്മളൊരു യാഷുമോനെ കൂട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു. വീഡിയോ എടുത്തിട്ടായിട്ട് നമ്മൾ പുറത്ത് പോകുന്നു. ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഇവനൊന്ന് ഓനൊരു ബത്തൊക്കെ കൊടുത്തത് ഞങ്ങൾക്ക് ഓർമ്മയില്ലു. എടാ ഇങ്ങോട്ട് വാടാ യാശോ, ഇങ്ങോട്ട് വന്നേ. എന്താ ബത്തക്ക അവൻ്റെ കോലം നോക്കിയേ. കുളിച്ച് ബത്തക്ക കുളി, അതായത് തണ്ണിമത്തം കുളി, വാട്ടർ മെലോൺ കുളി. എടാ കള്ളക്കുഞ്ഞ് നമുക്കിന്ന് പോകണ്ടേ യാശോ? അങ്ങനെ ഞങ്ങളിത് ടൗണിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇത് എൻ്റെ ഫോൺ കാറായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സൗണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കാറിൽ നിന്ന് എടുത്ത ഒന്നിൻ്റെയും സൗണ്ട് ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അവനോട് ചോദിക്കുന്നുണ്ട് എവിടെ പോകാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ ചെമ്മനാടെന്ന്. അപ്പോൾ ആരെ കാണാമെന്ന് ചോദിക്കുമ്പോൾ അച്ചച്ച അമ്മമ്മ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ ഒന്നിലും ഈ വോയിസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കേൾക്കുന്നില്ല. അതായത് ഞങ്ങളിത് ടൗണിൽ എത്തി. ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് 1-2 പേപ്പേഴ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ചേച്ചിയും ചിന്നും കൂടെ യാഷുവിൻ്റെയും ഐഷുവിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി പറയാം അവൾക്ക് നല്ല വാശി. അപ്പോൾ ചിന്നു യേസ് യാഷുനും അതേപോലെ തന്നെ. അപ്പോൾ ചേച്ചി ഐഷുവിൻ്റെ ഓരോ കാര്യം പറഞ്ഞു, ചിന്നു അതേപോലെ യാഷു അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചിന്നു പറയാം രണ്ടും ഒരേ സമയത്ത് ജനിച്ചുകൊണ്ടെന്നറിയില്ല, രണ്ടാൾക്കും ഒരേപോലത്തെ സ്വഭാവം കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ അവൻ ചേച്ചിയുടെ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കാറിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ചേച്ചിക്കും ലേറ്റായി. അത് കാരണം ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങി ഗൈസ്. ഈ ബോക്സാ ഇത്രല്ല സാധനം, പക്ഷെ എനിക്ക് ഈ വലിയ ബോക്സാ വേണ്ടി. എടക്കള്ള എന്ത് വേണ്ട കുഞ്ഞിക്ക്? വേഗം എടുത്തോ, എടുത്തോ. എന്ത് വേണ്ടേ? മൂഞ്ചിരിയാ. കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒന്ന് വലിച്ചു സന്തോഷം. അവിടുത്തെ ബോൾ ശേഷം അടി അടി. ബോൾ എങ്ങനെ അടിക്കുന്ന കുഞ്ഞി? ആ അടിക്ക്. ഒരുത്തനെ കണ്ട അവിടെ എന്തെല്ലോ എടുത്തിട്ട് ഇരുന്നുണ്ട്. ഓടി ഗൈസ്. കുരുത്തം കെട്ടവൻ ഒരു നേരം വെറുതെ നിൽക്കുന്നില്ല. അതവിടെ വെക്കടാ, അവിടെ വെക്ക. അമ്മ പോയി, അമ്മ ഡ്രൂ പോയി.
കൊടുക്കും അമ്മ. വീട്ടിൽ പോവാ മതിയോ ബോറടിക്കാൻ ഒന്നും വാങ്ങാനില്ല എന്ന് പറഞ്ഞ ആളാ. ട്രോളി നിറച്ചും സാധനം മേടിച്ചിന് ഒന്നും ബാക്കിയില്ല. സ്പേസ് ഉണ്ടോ നോക്കണേ. ഇനിയെങ്കിൽ നമ്മൾ ബില്ല് ചെയ്യാൻ പോവാന്ന് വിചാരിക്കുന്നു. മതിയെ പോയെങ്കിൽ പോ. ഞാൻ എന്റെ ഫ്രണ്ട് ബില്ല് അടിപൊളി. ഒന്നും മേടിക്കാനില്ല പറഞ്ഞേ. ട്രോളി നിറച്ചുണ്ട്. ഇതിനകത്ത് ആക്ച്വലി വേസ്റ്റ് ആവുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനം തന്നെ. അങ്ങനെ കുഴപ്പമില്ല. കുറെ തിന്നാൻ കുറെ സാധനം മേടിക്കും. അപ്പം എന്ത് കാര്യമായിട്ടൊന്നുമില്ല ഗൈസ്, കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ബില്ലിട്ടൊന്നുമില്ല ഗൈസ്. ആക്ച്വലി ഞാനിവിടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ബിഗ് ബസാറിനായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോയാ നല്ല അടിപൊളി. ഞാൻ ബാക്കി നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ബാക്കി ഒരുത്തെന്താ കുറച്ച് പിള്ളേരൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് യാശുവിന് കളിക്കാൻ. യാഷുമോൻ ഡാൻസ്. യാശുവിന് കുറച്ച് ഗ്യാങ് ഉണ്ട്. ഗ്യാങ് ഡാൻസ്. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് കൂടും. കുറച്ച് നേരമായല്ലോ ഷോപ്പിംഗ് ചെയ്തിട്ട് ഭയങ്കര ടയർഡായി. ഈ ഒരു രക്ഷയില്ല. ഇതിപ്പോ തിന്നു പറ്റുന്ന നന്നാക്കിയൊക്കെ നോക്കും. ചെസ് നമ്പർ 1, 2 മമ്മി ആൻഡ് സൺ ഓൺ ദി സ്റ്റേജ്. ദിസ് ഈസ് ഓട്ടം തുള്ളെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുക്കാം. വിടൂ അമ്മി, എന്നെ വിടൂ, ഞാനൊന്ന് ഇവിടെ കളിച്ചോട്ടെ, അമ്മ പൊക്കോളൂ. കളിക്കാൻ വേണ്ടിട്ടാണ്. കുരുത്തം കെട്ട കുഞ്ഞിയില്ല ഗൈസ്. ഇവൻ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ല. നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം തരുന്നില്ല. കണ്ട ചിക്കനില്ല കുഞ്ഞിക്ക്. അതിനിപ്പോ എന്ത് തരില്ല കാരണം അവൻ കേൾക്കില്ല. ഗും ഗും. അപ്പം ഞാൻ ആക്ച്വലി പറഞ്ഞത് ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബസാറിൽ നിന്ന്. അപ്പം ഞാനവിടെ ഓഫറുള്ള സാധനം മാത്രമേ ഞങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ. ഇപ്പം ദൈവം സഹായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ നമ്മളിങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞു സാധനങ്ങൾ. അപ്പം നേരത്തെ അത് ഒളിവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല. മുമ്പ് നിങ്ങൾ ബിഗ് ബസാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓഫറുള്ള സാധനം മാത്രം കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഒരു സമയം. ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വെച്ചക്കാൻ പോയി. അയ്യോ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓടി നടക്കും. ഇത്രയും കുരുത്തക്കടി വരെണ്ടാവും നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെ ഞെക്കുമ്പല്ലേ വരും മുകളിലേക്ക്. ഇത് തുറക്കും, നമ്മളിൽ കയറണം. ഇത് തുറന്നു അപ്പം
ഗൈസ് അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ടയർഡായിരുന്നു. അവരുടെ നേരത്തെ കിടന്നുറങ്ങിയപ്പോൾ ഞാനും കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.